നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഭദ്ര മഹാപുരുഷ യോഗം വരികയാണ്. പഞ്ചമഹായോഗങ്ങളിൽ ബുധനെ കൊണ്ടുള്ള യോഗമാണ് ഭദ്ര മഹായോഗം. ഈ പഞ്ചമഹായോഗങ്ങൾക്ക് പുരുഷയോഗങ്ങൾ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭദ്ര മഹാപുരുഷ യോഗം എന്ന് പറയുന്നത്. ബുധൻ സ്വക്ഷേത്രങ്ങളിൽ വരുമ്പോൾ അത് കേന്ദ്രമായിട്ടുള്ള രാശിക്കാർക്കാണ് ഈ യോഗം ഭവിക്കുക. ചാരവശാലും ബുധൻ സ്വക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ഈ യോഗത്തിന്റെ തത്തുല്യമായിട്ടുള്ള ഫലങ്ങൾ ഗോചരാലും ജാതകത്തിൽ ബുധൻ അനുകൂലമായിട്ടുള്ളവർക്കും ഒക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ ബുധന്റെ രാശിക്കാർക്കുണ്ടാകുന്നതാണ്. ബുധദശ അനുഭവിക്കുന്നവർ, ബുധന്റെ അപഹാര കാലങ്ങൾ ഇപ്പോൾ നടക്കുന്നവർ, ബുധന്റെ രാശികളിൽ ജനിച്ചവർ, ജാതകത്തിൽ ബുധൻ അനുകൂല രാശിയിൽ നിൽക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പോൾ നല്ല സമയമാണ്. പൊതുവെ എല്ലാവർക്കും ബുധനെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ്. കാരണം ബുധൻ സ്വക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. സ്വക്ഷേത്രത്തിൽ ഒരു ഗ്രഹവും ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ ഏത് രാശിക്കാർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. ബുധന്റെ കാരകത്വ സ്വഭാവമുള്ള നേട്ടങ്ങൾ എല്ലാവർക്കും ലഭിക്കും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് പ്രത്യേകം 3 രാശിക്കാർക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് ഇന്ന് ആ രാശിക്കാരെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ബുധൻ മിഥുനത്തിലേക്ക് മാറുമ്പോഴുള്ള പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഒന്നായിട്ടുള്ള ഭദ്രമഹായോഗത്തെ, അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന 3 രാശിക്കാരെ ഒന്ന് പരിചയപ്പെടാം. ജൂൺ 14 ബുധൻ മിഥുനൻ രാശിയിലേക്ക് എത്തുന്നത്. മിഥുനൻ രാശിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ബുധൻ നിൽക്കുകയുള്ളൂ. ജൂൺ 29 രാശി മാറി കർക്കിടകൻ രാശിയിലേക്ക് എത്തുകയാണ്. ഈ സമയം ജൂൺ 14 29 ഇടയ്ക്കുള്ള സമയം വളരെയേറെ നേട്ടങ്ങൾ ഏതാനും രാശിക്കാർക്കുണ്ടാകുന്നതാണ്. നമുക്ക് ആ രാശിക്കാരെ പരിചയപ്പെടാം. ആദ്യം അത് മിഥുനക്കൂറുകാർക്ക് തന്നെയാണ് പ്രയോജനം ലഭിക്കുന്നത് എന്ന് പറയണം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിലാണ് ബുധൻ സ്വക്ഷേത്ര ബലവാനായി രാജയോഗ തുല്യനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ഈ സമയത്ത് ബുധന്റെ പ്രഭാവം നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. ഇവരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷണമാവുകയും സംഭാഷണവും ഇടപെടുന്ന രീതിയും ഒക്കെ മെച്ചമാകുകയും ചെയ്യും. സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ളവരും ആദരണീയരായിട്ടുള്ളവരുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുവാൻ മിഥുനക്കൂറുകാർക്ക് സാധിക്കും. മിഥുനക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികമായും മിഥുനക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലിക്കാർക്ക് പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ ലഭിച്ചേക്കാം. തൊഴിലിൽ എല്ലാ മേഖലയിലുള്ളവർക്കും കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹിതരായിട്ടുള്ളവർക്ക് കുടുംബജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ള മിഥുനക്കൂറുകാർക്ക് വിവാഹത്തിന് അനുകൂല സമയമാണ്. അടുത്തത് ചിങ്ങക്കൂറുകാർക്കാണ് നേട്ടമുണ്ടാകുന്നത്. ചിങ്ങക്കൂറിന്റെ 11ാം ഭാവത്തിലാണ് ബുധൻ സ്വക്ഷേത്ര ബലവാനായി വരുന്നത്. ചിങ്ങക്കൂറുകാരുടെ 2ാം ഭാവാധിപനാണ് 11ാം ഭാവത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വരുമാന വർധന ഉണ്ടാകുന്ന സമയമാണ്. പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ്. വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടുന്നതാണ്. നല്ല വാർത്തകളൊക്കെ തേടിയെത്തുന്ന സമയമാണ്. നറുക്കെടുപ്പുകളിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ബുധന്റെ രാജയോഗം മൂലം അതീവ നേട്ടങ്ങൾ ഉണ്ടാകുന്ന 3 രാശിക്കാരിൽ 3ാമത്തെ രാശി മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലാണ് ബുധൻ വരുന്നത്. എന്നിരുന്നാലും ഭാഗ്യാധിപനാണ്. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഒരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിലൊക്കെ അഭിവൃദ്ധി പ്രകടമാകുന്നതാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, മകരം രാശിക്കാരായിട്ടുള്ളവർക്ക് അനുകൂല സമയമാണ്. എതിരാളികൾക്ക് മേൽ വിജയം നേടാൻ സാധിക്കുന്നതാണ്. മത്സരങ്ങൾ നിലനിൽക്കുന്ന പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമാണ്. പുതിയ തൊഴിൽ ഓഫറുകളൊക്കെ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഈ സമയത്ത് സമ്പത്ത്, പണം, വ്യാപാരം, കുടുംബം തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ ബുധന്റെ സ്വക്ഷേത്ര ബലമായിട്ടുള്ള രാജയോഗത്തിന്റെ ഫലം കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും മകരക്കൂറുകാർക്ക് ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള യാത്രകൾ നടത്താനുള്ള അവസരങ്ങളും വന്നുചേരും. അതോടൊപ്പം കന്നിക്കൂറുകാർക്കും ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ഒക്കെ ബുധന്റെ രാശിമാറ്റം പ്രയോജനകരമാണ്.
നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രാശിക്കാർക്കും അനുകൂലമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു സമയമാകട്ടെ ഈ കാലയളവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.